ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദി ഉപന്യാസ് ദേവറാണി ജേഠാനി കി കഹാനി, അതിൻ്റെ സമീക്ഷയാണ്. നമ്മൾ നെറ്റ് എക്സാമിനെല്ലാം വളരെ ഷോർട്ടായി ചോദിക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഈ ഉപന്യാസം നെറ്റ് എക്സാമിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ചോദിക്കാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സമീക്ഷയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. യഹം ഹം ദേവറാണി ജേഠാനി കി കഹാനി 1870 ഈ കഹാനി എഴുതിയിരിക്കുന്നത്. 1870. അപ്പോൾ ആ ഇയർ എന്ന് ഓർത്ത് വെക്കണം, ദേവറാണി ജേഠാനി കി കഹാനി. അപ്പം നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പേര് കേട്ട് കഴിഞ്ഞാൽ അതൊരു കഹാനിയാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഇത് ഉപന്യാസമാണ്. അപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ട് ചിലപ്പോൾ നെറ്റ് എക്സാമിന് ചോദിക്കാം, ദേവറാണി ജേഠാനി കി കഹാനി കിസ് വിധാ കി രചന ഹെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കഹാനി എന്ന് എഴുതി പോവും. പക്ഷെ അത് ഉപന്യാസമാണ്. അതിൻ്റെ കാലഖണ്ഡ് 1870 ആണ്. കോൻ ഹെ രചനാകാർ പണ്ഡിറ്റ് ഗൗരി ദത്ത്. അപ്പോൾ ദേവറാണി ജേഠാനി കി കഹാനി ക രചനാകാർ കോൻ ഹെ എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് ഗൗരിദത്ത് എന്നാണ് ആൻസർ എഴുതേണ്ടത്. പണ്ഡിറ്റ് ഗൗരിദത്ത് ദ്വാര ലിഖിത് देवरानी जेठानी की कहानी की समीक्षा, उसके सार की चर्चा हम करेंगे. इस उपन्यास को हिंदी का प्रथम उपन्यास कहा जाता है. देवरानी जेठानी की कहानी उपन्यास को हिंदी का प्रथम उपन्यास कहा जाता है. ആദ്യത്തെ ഉപന്യാസ് എന്ന് പറയപ്പെടുന്നു. ആരാണ് അതിൽ പറയപ്പെടുന്നത്? ഡോക്ടർ ഗോപാൽ റായിനെ इस उपन्यास को हिंदी का प्रथम उपन्यास माना है. ഗോപാൽ റായ് ആണ്, ഡോക്ടർ ഗോപാൽ റായ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹിന്ദിയിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ദേവറാണി ജേഠാനി കി കഹാനി 1870 ഗൗരി ദത്ത് എന്ന ലേഖകൻ എഴുതിയ നോവലാണ് എന്നാണ് പറയുന്നത്. यह उपन्यास अपने खाते में सामाजिकता और यഥാർത്ഥ പ്രസ്തുത करता है. ഈ ഉപന്യാസില് എന്താണ് ഫാക്റ്റ് എന്ന് പറയുന്നത്? സാമാജികത, സാമൂഹികത, സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥത്തെയാണ് ഈ ഉപന്യാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പണ്ടത്തെ രചനകളെല്ലാം ആദർശവാദമാണെന്നാണ്. പക്ഷെ ഇത് ഒരു യഥാർത്ഥവാദി രചനയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഉപന്യാസമായിട്ട് നമുക്ക് ആ ഉപന്യാസം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. इसके अंदर वस्तु में तात्कालीन समाज का चित्रण है. ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന, അതുപോലെ സമൂഹത്തിലെ മുഖ്യ സമസ്യകൾ, മുഖ്യ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ് ദേവറാണി ജേഠാനി കി കഹാനി. लेखक ने इसमें समकालीन नारी की सामाजिक पारिवारिक स्थिति की चिंता का जिक्र किया है. ലേഖനത്തിൽ, ഈ നോവലിലെ ലേഖക് സമകാലീൻ നാരി കി സമകാലീൻ ഇന്നത്തെ സമൂഹത്തിലുള്ള ഒരു സ്ത്രീ, നാരിയുടെ പാരിവാരിക്, സാമൂഹ്യപരമായിട്ടും പാരിവാരിക് എന്നാൽ എന്താ? നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെ, പരിവാർ, എന്താ പറയുക, അവരുടെ കുടുംബപരമായിട്ടുമുള്ള പ്രശ്നങ്ങളാണ് ഈ കഹാനിയിൽ സൂചിപ്പിക്കുന്നത്, ഈ ഉപന്യാസിൽ സൂചിപ്പിക്കുന്നത്. ബാലവിവാഹ്, ബंटवारा, स्त्री शिक्षा, बहुओं की समस्याएं और विवाह में गैर जरूरी खर्च का उपन्यास में महत्वपूर्ण स्थान है. അപ്പൊ ഇവിടെ ഈ ഉപന്യാസ്, ഈ നോവലിലൂടെ നമ്മുടെ ഗൗരിദത്ത് എന്താണ് കാണിക്കുന്നത്? അന്നത്തെ ആ സമൂഹത്തിൽ നടന്നിരുന്ന ബാലവിവാഹ്, അതുപോലെ ബंटवारा, ഒരു ഫാമിലി ആവുമ്പോൾ, ഒരു കുടുംബമാവുമ്പോൾ അവിടെ സ്വത്ത് വിഭജനം എല്ലാം ഉണ്ടാവും. അതിനെ കുറിച്ചാണ് ബंटवारा. സ്ത്രീ ശിക്ഷ, ബഹുओं की समस्या, സ്ത്രീ ശിക്ഷ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളത് ഈ നോവലിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ബഹുओं की സമസ്യായി, മരുമക്കൾ തമ്മിലുള്ള കൂടിച്ചേരായ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. വിവാഹമേ ഗൈർ ജറൂരി ഖർച്ച് കാ ഉപന്യാസ്, നമ്മൾ കല്യാണത്തിന് ആവശ്യമില്ലാതെ ചിലവുകൾ ചെയ്യുന്ന, കല്യാണത്തിന് ആർഭാടമായിട്ടുള്ള വിവാഹം നടക്കുന്നതിനെ കുറിച്ചും, അങ്ങനെയുള്ള സമൂഹത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ, ആ സമയത്തുള്ള ഇഷ്യൂസിനെ
മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു നോവലാണ് ദേവറാണി ജേഠാനി കി കഹാനി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം എക്സാമിന്, ദേവറാണി ജേഠാനി കി കഹാനി കി സമസ്യായും ക്യാ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ ബാലവിവാഹമുണ്ട്, ബണ്ട്വാരയുണ്ട്, സ്ത്രീ ശിക്ഷയുണ്ട്, ബഹുओं की സമസ്യ ഉണ്ട്, വിവാഹമേ ആഡംബർ വിവാഹക്ക് ഖർച്ച് അങ്ങനെയുള്ള സമസ്യ, അങ്ങനെയൊക്കെ നമുക്കിതിൽ എഴുതാൻ പറ്റും. യഹ് പുനർജാഗരൻ കി ചേതന സേ ജുഡി രചന ഹെ. ഈ രചന എന്ന് പറയുന്നത് പുനർജാഗരൻ ആണ്, നമ്മൾക്കൊരു പുനരുദ്ധാനം തരുന്നതാണ്, നമുക്ക് ഉണർവ് തരുന്നതാണ്. അതായത് നമ്മൾ പഴയ ചിന്താഗതിയിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പുതിയ ചിന്താഗതി നമ്മളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട്, നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു നോവലാണ് ദേവറാണി ജേഠാനി കി കഹാനി. അശിക്ഷാ കി കാരൻ മധ്യവർഗീയ സ്ത്രീയോ കി ദശാ കാ വർണ്ണന ഹെ. ഇവിടെ ദോ ബഹുവെ രണ്ട് മരുമക്കളാണ്, അതിലൊരാൾ ശിക്ഷിതാണ്, ഒരാൾ അശിക്ഷിതാണ്. അപ്പോൾ അശിക്ഷിത ബഹുവിന്റെ സ്വഭാവത്തിലുള്ള സങ്കുചിതാവസ്ഥ, ആ ഒരു അശിക്ഷിത ആയതുകൊണ്ട് മധ്യവർഗീയ സ്ത്രീ, അതായത് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു സ്ത്രീക്ക് അശിക്ഷിത വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടുള്ള ചിന്താഗതികളിലെ അവരുടെ ചിന്താഗതികൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചിത്രം കൂടെ ഈ നോവലിൽ ഉണ്ട്. നാരി ശിക്ഷ സാമാജിക പരിവർത്തനമേ അപ്നി അഹം ഭൂമിക നിഭാ സക്തി ഹെ. അതുപോലെ ശിക്ഷിത നാരിയാണെങ്കിൽ, ഒരു എഡ്യൂക്കേറ്റഡ് നാരി, ഒരു എഡ്യൂക്കേറ്റഡ് സ്ത്രീ ആണെങ്കിൽ അവർക്ക് സമൂഹത്തിൽ എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുകൂടെ ഈ ഉപന്യാസത്തിലൂടെ ആര് വെളിപ്പെടുത്തുന്നുണ്ട്? നമ്മുടെ ലേഖകൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഉപന്യാസ് കെ പ്രമുഖ പാത്ര. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ദേവറാണി ജേഠാനി കി കഹാനി ഉപന്യാസ് കെ പ്രമുഖ പാത്ര കോൻ കോൻ ഹെ. പെഹല പാത്ര. അപ്പൊ ഈ പാത്രം എല്ലാം ചോദിക്കാം, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. സർവസുഖ്, പെഹല പാത്ര സർവസുഖ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമുഖ പാത്ര ഹെ മേരട്ട് ക പ്രസിദ്ധ ബനിയാ ഹെ. മേരട്ടിലാണ് ഈ ഉപന്യാസിന്റെ സ്ഥലം, നടക്കുന്ന സ്ഥലം സൂചിപ്പിച്ചിരിക്കുന്നത് മേരട്ടാണ്. അവിടുത്തെ പ്രസിദ്ധനായ ഒരു മെർച്ചന്റ് ആണ് സർവസുഖ്. छोटेलाल यह मुख्य पात्र है और सर्वसुख का बेटा है जो कि शिक्षित एवं समझदार है. ചോട്ടേലാൽ എന്ന് പറയുന്ന ആള് ഈ നോവലിലെ ഒരു മുഖ്യ പാത്രം കൂടെയാണ്. സർവസുഖിന്റെ രണ്ടാമത്തെ മോനാണ് ചോട്ടേലാൽ. ജോ ശിക്ഷിത ഓർ സമജ്ദാർ, എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള വ്യക്തിയാണ്. ചോട്ടി ബഹു ആരാണ്? ചോട്ടി ബഹു ദേവറാണി, ചോട്ടേലാൽ കി പത്നി. ദേവറാണിയാണ് അല്ലെ, ചോട്ടി ബഹു എന്ന് പറയുമ്പോൾ ദേവറാണിയാണ്, ബഡി ബഹു ജേഠാനി. അപ്പോൾ ചോട്ടി ബഹു ചോട്ടേലാൽ കി പത്നിയാണ്, പ്രമുഖ നാരി പാത്രാണ്. ജോ കി ശിക്ഷിത എവം സമജ്ദാർ ഹെ. ശിക്ഷിതാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ബഹുവാണ് ചോട്ടി ബഹു. ദൗലത് റാം സർവസുഖ് കാ ബഡാ ബേട്ടാ ഹെ. ദൗലത് റാം ആരാണ്? സർവസുഖിന്റെ മൂത്ത മകനാണ്, ബഡാ ബേട്ടയാണ് ദൗലത് റാം. ഗ്യാനോ ജേഠാനി, ഗ്യാനോ ആരാണ്? മൂത്ത മകന്റെ ഭാര്യ. അപ്പോൾ നമ്മൾ അവരെ എന്ത് പറയുന്നു? ജേഠാനി എന്ന് പറയുന്നു. ഗ്യാനോ എന്നാണ് പേര്. ദളിത് റാം കി പത്നി ഓർ ഘർ കി ബഡി ബഹു ഹെ. മൂത്ത മരുമകളാണ് ആര്? നമ്മളെ ഗ്യാനോ. യഹ് അശിക്ഷിത് ഹെ സദൈവ് സാസ് ഓർ ദേവറാണി കി ആലോചന കർത്തി ഹെ. അശിക്ഷിതാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സമയവും വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത് അവരുടെ ഒരു കുറ്റമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അവരുടെ ഒരു അവസ്ഥയാണ്. അവർക്ക് സങ്കുചിതമായിട്ടുള്ള ഒരു മനസ്സായിരിക്കും. അപ്പോൾ അവർക്ക് സദൈവ സാസ് ഓർ ദേവറാണി. അപ്പോൾ ഇവിടുത്തെ ജ്ഞാനോ അശിക്ഷിതാണ്. അപ്പോൾ അവൾ സാസ് ആരാണ്? സാസ് ആരാണ്? അമ്മായിയമ്മേനെയും അതുപോലെ ദേവറാണി എന്ന് പറഞ്ഞാൽ അനിയന്റെ വൈഫിനെയും എന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാനോന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്യാനോനെ പോലെ തന്നെയുള്ള സ്ത്രീകളുടെ അവസ്ഥ, ഒരു വീട്ടിൽ മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു എഡ്യൂക്കേറ്റഡ് മരുമകൾ ഉണ്ടാവും, ഒരു അൺഎഡ്യൂക്കേറ്റഡ് ഉണ്ടാവും. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡും ഈ അശിക്ഷിതമായിട്ടുള്ള ഈ മരുമക്കൾ തമ്മിലുള്ള ആ വ്യത്യാസം, അതെല്ലാമാണ് ഈ നോവലിലൂടെ
നമുക്ക് ലേഖകൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു നാരിക്ക് ശിക്ഷ അത്യാവശ്യമാണ് എന്ന് ഈ നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അശിക്ഷിതായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും ഈ രചനയിലൂടെ ലേഖകൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ദേവറാണി ജേഠാനി കി കഹാനി की സമീക്ഷ, ഈ കഹാനിയുടെ സമീക്ഷ നമുക്ക് നോക്കാം. ഉപന്യാസ് മേ സർവസുഖ് നാം കാ ഏക് ബനിയ ഹെ. സർവസുഖ് എന്ന പേരുള്ള ഒരു മർച്ചന്റ് ഉണ്ട്. ജിസ്കെ ദോ പുത്ര ദൗലത് റാം और ചോട്ടേലാൽ തഥാ ദോ പുത്രിയാം പാർവതി और സുഖദേയി ഹെ. 2 മക്കളാണ്, പെൺകുട്ടികൾ പാർവതി और സുഖദേയി, 2 ആൺകുട്ടികൾ ദൗലത് റാം और ചോട്ടേലാൽ. छोटी बहू देवरानी संस्कारी और उसे धन संपत्ति का कोई लालच नहीं है. छोटी ബഹു ആണെങ്കിൽ ശിക്ഷിതാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, സംസ്കാരിയാണ്, അതുകൊണ്ട് അവൾക്ക് ധനം സമ്പത്തിനോടൊന്നും അത്യാഗ്രഹമില്ല. ബഡി ബഹു ജ്ഞാനോ ജേഠാനി ലാലച്ചി സ്വഭാവക്കി ഹെ. ബഡി ബഹു അശിക്ഷിതാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് സ്വത്തിനോടെല്ലാം ലാലച്ചാണ്, അത്യാഗ്രഹമുണ്ട്. अपने लालच के कारण अपने पति दौलत राम और सास को छोटी बहू के विरुद्ध भड़का कर घर का बंटवारा करवा दिया. അപ്പോൾ ഇങ്ങനെ ഒരു ലാലച്ചി സ്വഭാവം, അശിക്ഷിതം അതുപോലെ ലാലച്ചി സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ പതി, അവരുടെ ഹസ്ബൻഡിനോട്, ദൗലത് റാമിനോട് സാസ് അമ്മേനെ കുറിച്ചും അതുപോലെ തന്നെ ചോട്ടി ബഹു അനിയൻ്റെ വൈഫിനെ കുറിച്ചെല്ലാം ഒരുപാട് കുറ്റങ്ങളും അവരുടെ എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ വീടിൻ്റെ വിഭജനം, ഗർക്കാ ബണ്ടുവാര, വീട് സ്വത്ത് ഭാഗം വയ്ക്കുവാനായിട്ടുള്ള ആ സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കുകയാണ് ഈ ബഡി ബഹു ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അശിക്ഷിത നാരി ആയതുകൊണ്ട് ആ ഫാമിലിയിൽ ഇങ്ങനെ ഒരു സ്വത്ത് വിഭജനത്തിന്റെ ആ അവസ്ഥയിൽ എത്തുന്നു. അപ്പൊ അഥവാ അവർ ശിക്ഷിതാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു, ഇങ്ങനെ ഒരു ലാലച്ച് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ശിക്ഷിത നാരിയുടെ മഹത്വം എന്താണെന്ന് ഈ നോവലിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ലേഖകൻ ചെയ്യുന്നത്. ഉപന്യാസ് കെ अंत में भी उसका स्वार्थी स्वभाव दिखाई देता है. ഈ നോവലിന്റെ അവസാനവും നമുക്ക് കാണാൻ കഴിയും ഈ ബഡി ബഹുവിന്റെ സ്വാർത്ഥതയുള്ള സ്വഭാവം. അതായത് വീട് വിഭജനത്തിലേക്ക് എത്തിച്ചു ആ വീട്ടിലെ സ്ഥിതിഗതികൾ. ആര്? നമ്മുടെ ബഡി ബഹു. जब बंटवारे में मंडी की दुकान दौलत राम के हिस्से आई और हवेली छोटेलाल के हिस्से, किंतु इसमें भी वह असंतुष्ट थी. അവരുടെ ആ വിഭജനത്തിൽ, സ്വത്ത് വിഭജനത്തിൽ സിറ്റിയിലുള്ള ഒരു ദുഖാൻ, കട എന്ന് പറയുന്നത് ദൗലത് റാമിനെ കിട്ടി, മൂത്ത മകന് കൊടുത്തു. മൂത്ത മകന്റെ ഭാഗം വയ്ക്കലിൽ മൂത്ത മകന് ആ കട കൊടുത്തു. ഓർ ഹവേലി, ഈ വീട് ചോട്ടേലാൽക്ക്, രണ്ടാമത്തെ മോനും ഈ വീട് ഭാഗം വെച്ച് കൊടുത്തു. കിന്തു ഇസ്സേ ബി വ അസന്തുഷ്ടതി, പക്ഷെ അതിലും അസന്തുഷ്ടമാണ്. സന്തുഷ്ടത ആർക്കുണ്ടായില്ല? ബഡി ബഹുവിനുണ്ടായില്ല. അപ്പൊ ഇതിലൂടെ പറയുന്നത് നമുക്കൊരു സ്വത്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ അതും കൂടെ ആഗ്രഹിക്കുന്ന ഒരു ലാലച്ചി സ്വഭാവം. ഈ സ്വഭാവം എന്ന് പറയുന്നത് അശിക്ഷിത നാരിക്ക് മാത്രമേ തോന്നൂ എന്നുള്ളതാണ് ലേഖകൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. हवेली से जाते वक्त हवेली की 2 खिड़कियों के दरवाजे तथा चौखट भी अपने साथ ले गई. ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്, വീട് വിഭജിച്ച് സ്വത്തെല്ലാം കൈപ്പറ്റി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിൻ്റെ 2 ഖിഡ്കി, അതുപോലെ തന്നെ ഖിഡ്കിയും കി ദർവാസെ, വാതിലിൻ്റെ കട്ടില, ചൗക്കട്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിം, കട്ടില എല്ലാം തന്നെ സ്വന്തം കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് പോരാ, പിന്നെ ഇവിടെ ഉള്ളതിൽ നിന്നും പെറുക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഈ ഉപന്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. बाल विवाह का प्रचलन होने के बावजूद छोटेलाल और उसकी पत्नी ने अपने पुत्रों का बाल विवाह नहीं करवाया. ആ സമയത്ത് സമൂഹത്തിൽ ബാലവിവാഹമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളെല്ലാം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ചോട്ടേലാലും അതുപോലെ തന്നെ ഭാര്യയും തീരുമാനിക്കുകയാണ്, രണ്ടാമത്തെ മോനും ഭാര്യയും ശിക്ഷിത ആയതുകൊണ്ട് അവർ തീരുമാനിക്കുന്നു അവരുടെ കുട്ടികളെ ബാലവിവാഹം ചെയ്യിക്കില്ല എന്ന്.
ബൽക്കി ഉനെ ശിക്ഷിത് കർവായ, അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു, അവരെ നന്നായി പഠിപ്പിച്ചു. വിധവാ വിവാഹ് ഭി ഉസ് സമയ ഏക അസംഭവ് കാര്യത, ആ സമയത്ത് വിധവാ വിവാഹം ഒരു നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിട്ടാണ് ആ സമയത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. വിധവാ വിവാഹം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന്. കിന്തു ചോട്ടേലാൽ കി ബഹു കി മാമാ കി ബേട്ടി കാ പുനർവിവാഹ് ചോട്ടേലാൽ കി ബഹു കെ പ്രയാസവും സേ കർവായ ഗയ. എന്നിരുന്നാലും എന്തു ചെയ്തു? ചോട്ടേലാലിന്റെ ബഹു, അതായത് ശിക്ഷിത ബഹു, നമ്മുടെ രണ്ടാമത്തെ ബഹു ദേവറാണിയുടെ മാമയുടെ മോള്, മാമാക്കി ബേട്ടിക്ക പുനർവിവാഹ, ആ മോളുടെ ഹസ്ബൻഡ് പട്ടം പറത്തുന്ന സമയത്ത് മോളിൽ നിന്നും ഛത്തിൽ നിന്നും, അതായത് ടെറസിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിധവ, അങ്ങനെയുള്ള ആ ഒരു വിധവയായിട്ടാണ് ആ മാമാക്കി ബേട്ടി ഈ ഉപന്യാസത്തിലുള്ളത്. അവളുടെ പുനർവിവാഹം ചെയ്യാനായിട്ട് ചോട്ടേലാൽ കി ബഹു, നമ്മുടെ ദേവറാണി ഏറ്റവും മുന്നിൽ നിന്ന് അവളുടെ പുനർവിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ശിക്ഷിതായത് കൊണ്ട് തന്നെ നമ്മുടെ ദേവറാണി എന്തു ചെയ്തു? ശിക്ഷിതനാരി ആയതുകൊണ്ടാണ് സമൂഹത്തിലുള്ള ഈ വിധവാ വിവാഹം എന്നുള്ള ഒരു സംഭവത്തിനെ, വിധവാ വിവാഹത്തിന് എതിരായിട്ടുള്ള ആ ഒരു ഇഷ്യൂ തന്നെ മാറ്റിയെടുക്കാനായിട്ട്, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് അവർക്ക് കഴിഞ്ഞു. പുനർവിവാഹം ചെയ്യാനായിട്ട് അവർ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശിക്ഷിതായതുകൊണ്ട് അങ്ങനെയുള്ള സമൂഹത്തിലുള്ള ഇഷ്യൂസിനെ ഒന്നും ഭയക്കാതെ അവർ മുന്നോട്ട് നീങ്ങി പുനർവിവാഹം ചെയ്യിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ സ്റ്റോറിയുടെ, ഈ നോവലിലെ അവസാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ശിക്ഷിതാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ശിക്ഷിത വ്യക്തികളാണെങ്കിൽ, എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂസും നമുക്ക് നമ്മുടെ ആ അറിവുകൾ കൊണ്ട്, ബുദ്ധി കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ഈ നോവലിലൂടെ ലേഖകൻ നമുക്ക് കാണിച്ചു തരുന്നത്. ദേവറാണി ജേഠാനിക്ക് കഹാനിമേ, ഈ കഹാനിയിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജനഭാഷ, സാധാരണ ജനങ്ങളുടെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിസ്സാഗോയി ശൈലി, ഉദ്ധരണി ശൈലിയാണ് ഒരു സ്ഥലത്തിൽ നിന്നും ഇവിടെ നിന്നും എടുത്തിട്ടുള്ള, അങ്ങനെ ഉദ്ധരണി, കിസ്സാഗോയി ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്, ഉദ്ധരണി ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. ലോകഭാഷാക്കെ ശബ്ദോं का प्रयोग, ലോകഭാഷ, സാധാരണ ലോക്കൽ ലാംഗ്വേജ്, അതായത് സാധാരണ ജനങ്ങളുടെ ശബ്ദം, അതായത് ദേശീയ ഭാഷ, നമ്മൾ ഈ ബോലി, ലോകഭാഷ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ബോലിയുമായി ബന്ധപ്പെടും, അങ്ങനെയുള്ള ഭാഷയുടെ പ്രയോഗം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബോൾചാൽ കാ തരീഖ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി സംസാരിക്കുന്നതും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ സംസാരിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ഈ നോവലിലൂടെ കാണാൻ പറ്റും. മുഹാവരെ ലോകോക്തി കാ പ്രയോഗ ദിഖ്താ ഹെ, ഈ നോവലിൽ മുഹാവരയുണ്ട്, അതുപോലെ തന്നെ ലോകോക്തിയും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ നോവലിന്റെ സമീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലിനെ കുറിച്ച് ഉപന്യാസം, ഒരു നോവലിന്റെ സമീക്ഷ മൊത്തം അങ്ങോട്ട് സ്റ്റോറി ആയിട്ട് എഴുതാനൊന്നും പറയില്ല. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഈ നോവൽ ആരുടെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയണം ഗൗരി ദത്ത്, അല്ലെ, ദേവറാണി ജേഠാനി കി കഹാനി കിസ്കാ ഹെ ഗൗരി ദത്ത്. മുഖ്യ സമസ്യയും ക്യാ ഹെ? ബാലവിവാഹ്, പിന്നെ അതുപോലെ നാരി ശിക്ഷ, പിന്നെന്താണ് ബാലവിവാഹ്, വിധവാ വിവാഹമുണ്ട്, അങ്ങനെ കുറേ മുഖ്യ സമസ്യകളെല്ലാം നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കാം. അപ്പോൾ കിസ്സാഗോയി ശൈലി, ഏത് ശൈലിയിലാണ് ഇത് എന്ന് ചോദിച്ചാൽ കിസ്സാഗോയി ശൈലിയിലാണ്. അതുപോലെ ഈ ഉപന്യാസത്തിലെ ഭാഷ ജനഭാഷയാണ്. ലോകഭാഷയ്ക്ക് ശബ്ദോं का പ്രയോഗമുണ്ട്, മുഹാവരയുണ്ട്, ലോകോക്തി ഉണ്ട്. പിന്നെ ഇതിൽ മുഖ്യ പാത്ര കോൻ ഹെ എന്ന് ചോദിക്കാം. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ബൈ.